ഷാബു പ്രസാദ്, നോക്കൂ, ഇത് ഒരു പക്ഷേ ഈ നിലയിലൊക്കെ വികസിക്കും എന്നത് ശ്രീലേഖ കരുതിയിട്ടുണ്ടാകില്ല. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും ആ രംഗം വളരെ വിദഗ്ധമായി മാനേജ് ചെയ്യാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് മാധ്യമങ്ങളെ കാണുമ്പോഴായാലും അവിടുത്തെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴായാലും പിന്നീട് വന്ന് എന്താണ് താൻ ലക്ഷ്യമിട്ടത് എന്നത് വിശദീകരിക്കുമ്പോഴാണെങ്കിലും വളരെ ഭംഗിയായി ആ എൻട്രി ശ്രീലേഖ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ നോക്കൂ, ഇതൊരു രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങുന്ന മണ്ഡലമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM കിട്ടിയ അവസരം ഈ രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് ധാർഷ്ട്യമായും ഈ BJP വന്നാൽ ഇതാണ് അവസ്ഥ, ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കും എന്നത് ചൂണ്ടിക്കാട്ടാനും ഈ അവസരം ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി BJP അത് ഏറ്റെടുക്കാത്തത് എന്നത് ഒരു സംശയമായി നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സൗഹൃദ സംഭാഷണമായി PV രാജേഷ് ചുരുക്കിയിരിക്കുന്നത്? മറ്റൊരു നേതാക്കളും ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? അത് ശ്രീലേഖയെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീൽഡിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സുരേഷ് കുമാർ ഞാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരെ പ്രയോഗിച്ച ചില പദങ്ങളിൽ അദ്ദേഹം അസന്തുഷ്ടനാണെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹം അവരും അവരുടെ പാർട്ടിയും അവരുടെ നേതാക്കന്മാരും അവരുടെ പ്രതിയോഗികളെ വളരെ ബഹുമാന പുരസ്സരവും ആരാധനാ പുരസ്സരവും അഡ്രസ്സ് ചെയ്യുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ പ്രയോഗിക്കണോ? അതായത് പരനാറി, നികൃഷ്ടജീവി, ശുംഭൻ, പിന്നെന്താ വെറുക്കപ്പെട്ടവൻ, ഇങ്ങനെയുള്ള ലളിത കോമള പദാവലികളാൽ ഇവരെ അഡ്രസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വിരോധമുണ്ടാവില്ല. നമ്മൾ പിന്തുടരാൻ പാടില്ല. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നിയാൽ, എനിക്കും അത് ആ രീതിയിൽ പറയണമോ എന്ന് തോന്നിയതാണ്. ഞാൻ പിന്നെ ഇടപെടേണ്ട, ഫ്ലോ തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതിയതാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ മര്യാദയ്ക്ക് പറയാമല്ലോ, മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും. അല്ല രേണുക ഒന്ന് സുരേഷിനോട് ചോദിച്ചു നോക്കിയുള്ളൂ, പരനാറി എന്നുള്ള പ്രയോഗം നല്ല പ്രയോഗമായിരുന്നോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയുള്ളൂ. ശുംഭൻ, വെറുക്കപ്പെട്ടവൻ, കുലംകുത്തി, ഇങ്ങനെയുള്ള മനോഹരമായ സുരേഷിന് കേൾക്കാം. മലയാള മഹാപ്രതിഭകളാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ രേണുകയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇനി ഞാൻ മറുപടി പറയാം. അല്ല പറഞ്ഞ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. അപ്പൊ ചോദിച്ചതുകൊണ്ടാണ് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ, അത് മതി. ശരി ശരി, രേണുകയുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും രേണുകയും ഇപ്പോൾ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. കാര്യം ഇതിനെ ഒരു ശ്രീലേഖയുടെ വട്ടിയൂർക്കാവിലേക്കുള്ള ഒരു മാസ് എൻട്രി ആക്കി മാറ്റിയത് സത്യത്തിൽ മാധ്യമങ്ങളും ഇവരും ഒക്കെ മറ്റുള്ളവരും ഒക്കെ ചേർന്നാണ്. അവർ വളരെ കാഷ്വലായിട്ട് ഇൻഫോർമലായിട്ട് സംസാരിച്ച ഒരു സൗഹൃദ സംഭാഷണം, അത് അവിടെ തീരേണ്ടിയിരുന്ന കാര്യം ഇത്രയും വലിയ സംഭവമാക്കി മാറ്റി പിന്നീട് അത് ശ്രീലേഖയുടെ മാസ് എൻട്രി ആക്കി, അതായത് ആ ലെവലിലേക്ക് കൊണ്ടുവന്നത് ഇപ്പം ഈ പ്രശാന്തും ഇപ്പം ഈ മാധ്യമങ്ങളും എല്ലാം ചേർന്നിട്ടാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തൂടെ വലിയൊരു സംഭവം കൂടെ ഉണ്ടായി. അതായത് ഇവിടെ MLA-മാർ എഴുതി മേടിക്കുന്ന കാശ് എത്രയാണ്, ഇവിടെ ഈ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ, കോർപ്പറേഷന്റെ വളരെ അമൂല്യമായിട്ടുള്ള നഗരഹൃദയത്തിലുള്ള കെട്ടിടങ്ങളുടെ വാടകയിലൊക്കെയുള്ള തട്ടിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പൊതുജന മധ്യത്തിലേക്ക് വരികയാണ്, ചർച്ചാ വിഷയമായി വരികയാണ്. ഇതൊന്നും ഈ മാന്യതയുടെ ഒക്കെ മുഖം മൂടിയിട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രശാന്തിന്റെ ഒക്കെ ഇങ്ങനെയും കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? സത്യസന്ധമായിട്ട് രേണുക പറയൂ. അവിടെ ആ ശാസ്തമംഗലത്തെ കെട്ടിടത്തിന് 700 രൂപയായിരുന്നു ആ സ്പേസിന് വാടക കൊടുത്തിരുന്നത് എന്നുള്ളത് രേണുകയ്ക്ക് അറിയാമായിരുന്നു. അവര് പറഞ്ഞ, അതായത് അങ്ങനെ അറിയാനുള്ള കാരണത്തിന് ഇതൊരു കാരണമായി. ഇത് ആൾക്കാർ ഞെട്ടിത്തെറിച്ചു പോകില്ലെന്നേ ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങള് ഓരോന്ന് പുറത്തേക്ക് വരുമ്പോ. അക്കാര്യത്തിൽ ഇത് വളരെ നന്നായി. മാത്രമല്ല, ശ്രീലേഖ വളരെ വളരെ മെച്യൂർഡായിട്ട്, എത്ര പക്വമായിട്ടാണ് ആ ഇഷ്യൂ ഹാൻഡിൽ ചെയ്തത്. ഞാൻ സംസാരിച്ചു, ഞാൻ ഫോണൊന്നും റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സംഭാഷണം ശ്രീലേഖ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അത് മാനേജ് ചെയ്യാൻ എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഷാബു, ഇനി പിന്നെ BJP ഇത് ഏറ്റെടുക്കാൻ കാര്യം ഇത് ജനങ്ങൾ സംസാരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് വളരെ വലിയ ഒരു രാഷ്ട്രീയ നീക്കം, ഒരു രാഷ്ട്രീയ അവസരമാക്കി എടുത്ത് ഒരു വൻ പ്രചരണത്തിന് ഇറങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത്
ഈ സംഭവം ഇവരെ കൊണ്ട് തന്നെ, ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് രാഷ്ട്രീയത്തിൽ. ഇവരെ കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കി ഇവരെ ജനങ്ങൾ അങ്ങനെ, അതാണ് ഏറ്റവും നല്ലതെന്നുള്ള ആ ഒരു രാഷ്ട്രീയ പക്വതയാണ് അവിടെ BJP കാണിക്കുന്നത്. അല്ലാതെ ഇതിന്റെ പുറകെ പിറ്റേ ദിവസം പോകാൻ നേരെ ചെല്ലുക, പ്രശാന്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ ബഹളം വെക്കുക, ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊന്നും ചെയ്യാതെ ഇവര് തന്നെ ഈ ഇഷ്യൂ ഇത്രയും വലിയ വിവാദമാക്കിയല്ലോ. ഇവരെന്തുദ്ദേശിച്ചാണോ ചെയ്തത്, ഇറങ്ങി തിരിച്ചത്, ആ സംഭവം ഇവര് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുഴി കുഴിച്ച് ചാടാൻ റെഡിയായി നിൽക്കുമ്പം, ചാടിക്കൊണ്ടിരിക്കുമ്പം അതിനകത്തോട്ട് പിന്നെ തള്ളിയിടേണ്ട കാര്യമൊന്നുമില്ല. ഇവര് ചാടിക്കഴിഞ്ഞു. ഇത് ജനങ്ങളുടെ ചർച്ചാ വിഷയം. ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട MLA ഇമാതിരി ഒരുത്തനായിരുന്നു എന്ന് വട്ടിയൂർക്കാവിലെ ജനങ്ങളും കേരളം മുഴുവനും തിരിച്ചറിഞ്ഞ് ഇതൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇവിടെ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്ത് വിടുന്നവർ ഇവന്മാർക്ക് ആജീവനാന്ത ഇരിക്കുന്ന കാലത്തോളം എന്താണ് ഇത് മുഴുവൻ ചികിത്സ ഫ്രീ. ഒരു മാസം 11,000 രൂപയാണെന്ന് ഫോണിന് ഇവർക്ക്. ശരി, ഈ 11,000 രൂപയുടെ ഫോൺ ഇന്നത്തെ നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മേയർ VV രാജേഷിന്റെ വാക്കുകളും സൂചിപ്പിക്കുന്നു. ശ്രീ സേനാപതി വേണു, ഞാൻ ഷാവ് പ്രസാദിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോ VK പ്രശാന്തിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ ശ്രീലേഖ മത്സരിച്ചേക്കുന്ന സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആദ്യം 14,000 വോട്ടിന്റെയും പിന്നീട് 23,000 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചു വന്നത്, 3ാം സ്ഥാനത്ത് നിന്നാണ് 1ാം സ്ഥാനത്തിലേക്ക് എത്തിയത്, എനിക്കൊരു ഭയപ്പാടും ഇല്ല എന്നതാണ്. അവിടെ അപ്പോൾ ചങ്കിടിപ്പ് കൂടേണ്ടത് കോൺഗ്രസിനാണോ? അല്ല, ഞങ്ങൾക്ക് ഒരു ചങ്കിടിപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചങ്കിടിപ്പിന്റെ കാര്യം ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. ഇവിടെ ഇപ്പോൾ ശ്രീലേഖ മാഡത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻട്രി ചെയ്യണമെങ്കിൽ അവർക്ക് എൻട്രി ചെയ്യുക, ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാടകയ്ക്ക് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു മുറി ഒഴിവാക്കേണ്ടതിന് അതിനാവശ്യമായിട്ടുള്ള ചില വ്യവസ്ഥാപിതമായ നടപടികളുണ്ട്. അവർ കേരളത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും ഉന്നതമായ പദവിയിലിരുന്ന ഒരാളാണ്. അവർക്ക് പോയി ചോദിക്കാം, ആ കാര്യത്തിനൊന്നും തർക്കമില്ല. പക്ഷേ പോയി ചോദിക്കുമ്പോഴും ഇത് വ്യവസ്ഥാപിതമായ മാർഗത്തിലാണോ അവിടെ ഇരിക്കുന്നത് എന്ന കാര്യം അന്വേഷിക്കുകയും ആ കാര്യത്തിന് നിയമപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കാനെത്തിയ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി ചിത്രമെങ്കിൽ, ശ്രീലേഖ, പ്രശാന്ത്, മുരളീധരൻ എന്നതാണ് ചിത്രമെങ്കിൽ അവിടെ തീപാർന്ന ഒരു പോരാട്ടത്തിലേക്കാകും പോവുക. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് CPM ഈ നിലയിൽ കാണിക്കുന്നത്, BJPയും തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഇനി നമുക്കറിയാം 100 ദിവസത്തെ അകലം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ എന്ന സാഹചര്യം ഇരിക്കുമ്പോൾ ഇപ്പോൾ മറ്റത്തൂർ ഉൾപ്പെടെ ഇവിടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അത് കോൺഗ്രസ് മുന്നിൽ കാണണമല്ലോ.